എല്ലാവർക്കും ഡാഫോഡിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെയല്ലേ വരുന്നത്. നമുക്കിന്നൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. അതിനായി നമ്മൾ പൈനാപ്പിൾ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആ പീലറൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അത് പോകുന്നു. നമുക്കത് എല്ലാം അങ്ങനെ എടുത്ത് കളയാം. അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് കളയുന്നത്. നമ്മളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്കത് മുറിക്കാം. അതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് കളയാം. അത് ചിലവർക്ക് അലർജി ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്. നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഞങ്ങളുടെ പൈനാപ്പിളിന് മധുരം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങളുടെ പൈനാപ്പിളിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് നിർത്താം. ഇനി നമുക്ക് 1/2 കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് 3/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് എന്നിവയെല്ലാം ഇട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പരിപ്പ് മാറ്റാം. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തൈരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈരൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. പിന്നെ ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടുകിൻ്റെ പരിപ്പും നമുക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും പിന്നെ 2 വറ്റൽമുളകും നമുക്ക് അതിലേക്ക് ചേർത്ത് താളിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.